ഇന്ന് ചോറ്റാനിക്കര മകം തൊഴാൻ പോയതിന്റെ വിശേഷമാണ്. ലക്ഷക്കണക്കിന് ഭക്തർ മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ദേവിയെ തൊഴാനായി എത്തുന്ന ദിവസമാണ് കുംഭമാസത്തിലെ മകം നക്ഷത്രവും പൗർണമിയും ഒത്തുചേരുന്ന ഇന്നീ ദിവസം. വില്വമംഗലം സ്വാമിക്ക് സർവാഭരണ വിഭൂഷിതയായി ചോറ്റാനിക്കരയമ്മ ദർശനം നൽകിയ ദിവസം എന്നതാണ് മകം തൊഴലിന്റെ ഐതിഹ്യം. കുംഭത്തിലെ മകം നാളിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ 10 മണി വരെയാണ് വിശേഷപ്പെട്ട മകം തൊഴൽ നടക്കുന്നത്. കേരളത്തിൽ നിന്നും മാത്രമല്ല, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും ഭക്തർ മകം നാളിൽ ചോറ്റാനിക്കരയിലേക്ക് ഒഴുകിയെത്താറുണ്ട്. വിശേഷ ദിവസങ്ങളിൽ മാത്രം ദേവി അണിയുന്ന തങ്കഗോളകയോട് കൂടിയ ചോറ്റാനിക്കര മകം ദർശനം വളരെ പുണ്യദായകവും ഭാഗ്യദായകവുമായി കരുതിപ്പോരുന്നു. കുംഭത്തിലെ മകത്തിനും തൃക്കാർത്തികയ്ക്കും വിഷുവിനും മാത്രമാണ് ദേവിയെ തങ്കഗോളക അണിയിക്കാറുള്ളൂ. ചോറ്റാനിക്കര ക്ഷേത്രം ദേവി ഭഗവതിക്ക് സമർപ്പിതമാണ്. ഭഗവതിയെ 3 രൂപങ്ങളിലാണ് ഇവിടെ ആരാധിക്കുന്നത്. സരസ്വതി രാവിലെ വെള്ള സാരിയിൽ വിദ്യാദേവിയായി ആരാധിക്കുന്നു. ലക്ഷ്മി ഉച്ചയ്ക്ക് ചുവന്ന സാരിയിൽ ഐശ്വര്യദേവിയായി ആരാധിക്കുന്നു. ദുർഗ വൈകുന്നേരം നീല സാരിയിൽ ദുർഗാദേവിയായി ആരാധിക്കുന്നു. ഈ 3 ഭാവങ്ങളിലും ഭഗവതിയെ രാജരാജേശ്വരി എന്ന സങ്കല്പത്തിൽ ആരാധിക്കുന്നു. എന്നെ ഇന്ന് ഏറ്റവും ആകർഷിച്ചത് പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ശ്രീകോവിലും നടപ്പന്തലുമൊക്കെയാണ്. ഇന്ന് നേരിട്ട് കണ്ടവർക്ക് അതിന്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാകും. നിങ്ങളും ഇന്ന് ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പങ്കുവയ്ക്കൂ. ഉച്ചയ്ക്ക് 2 മണിക്ക് നട തുറന്ന് ദേവിയെ ഒരു നോക്ക് കാണാനായി പുലർച്ചെ തന്നെ ആൾക്കാർ വന്ന് ക്യൂവിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ക്യൂവിൽ തന്നെ ഇടയ്ക്കിടെ വെള്ളവും വിശറിയുമൊക്കെ നൽകിയത് വലിയൊരു ആശ്വാസം തന്നെയാണ്. മാളികപ്പുറം സിനിമയുടെ തിരക്കഥാകൃത്തായ അഭിലാഷ് പിള്ള, അഭിലാഷ് ഏട്ടന്റെ സ്റ്റാറ്റസ് കണ്ടപ്പോഴാണ് ഇന്ന് മകം തൊഴാനായി പോയാലോ എന്ന് രാവിലെ തീരുമാനിച്ചത്. അമ്പലനടയിലെത്തിയപ്പോൾ നേരെ മുന്നിൽ തന്നെ അഭിലാഷ് ഏട്ടൻ. അപ്പോൾ പുള്ളിയോടുള്ള പ്രത്യേക സ്നേഹവും നന്ദിയും ഒരു തവണ കൂടി അറിയിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മൂകാംബിക ദർശനവും ചോറ്റാനിക്കര ദർശനവും മുൻകൂട്ടി തീരുമാനിക്കാതെ പെട്ടെന്നുള്ള തോന്നലിൽ ഭംഗിയായി തന്നെ നടന്നു. അപ്പോൾ വിശേഷങ്ങൾ തുടരാം.